at the moment. കാരണം പുള്ളിക്ക് ജനവികാരം ഉൾക്കൊള്ളുകയാണെങ്കിൽ in my opinion, in my honest opinion, probably he should step down. കാരണം see, if he is a true leader, if he is a and irreplaceable leader, no matter how, even if he steps down, people will still elect him and choose him. എന്നാണ് എനിക്ക് മനസ്സിലാവുന്നത് കേട്ടോ. കാരണം അങ്ങനെ ഒരു അത്രയും പവർഫുൾ ആയിട്ടുള്ള ഒരു ലീഡർ ആണ് എന്ന് പുള്ളിക്ക് അത്രയും കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ വൈ ഡോണ്ട് യു ജസ്റ്റ് ഗോ ഫോർ എ റീ ഇലക്ഷൻ, ഗിവ് അതർ പീപ്പിൾ ചാൻസ്. എനിക്കറിയില്ല, എൻ്റെ അഭിപ്രായത്തിൽ അങ്ങനെയാണ്. കാരണം ഇത്രയും കോൺട്രവേഴ്ഷ്യൽ ആയിട്ടുള്ള ഒരു സമയത്ത് ജനവികാരം ഉൾക്കൊള്ളാണ്ട് ആൾക്കാർ കോൺസ്റ്റന്റ്ലി ആവശ്യപ്പെടുന്ന ഒരു കാര്യം മാനിക്കാതെ ഇത്രയും കോൺട്രവേഴ്ഷ്യൽ ആയിട്ടുള്ള ഒരു സമയത്ത് കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ അതിൽ എന്ത് ഗുണമാണുള്ളതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഐ ഹാവ് നത്തിങ് അഗേൻസ്റ്റ് ഹിം. ഇൻഫാക്ട് ഐ റെസ്പെക്ട് ഹിം ആസ് എ പ്രൈം മിനിസ്റ്റർ. ഞാൻ വളരെയധികം വീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹം. കാരണം ഇന്റർനാഷണൽ ലെവലിൽ വരുമ്പോഴത്തേക്കും പുള്ളിക്ക് ഭയങ്കര വാല്യൂ ആണ്. ഇന്ത്യക്കായിട്ട് പുള്ളി ചെയ്തിട്ടുള്ള ഇന്റർനാഷണൽ അഫയേഴ്സിൽ കുറെ കാര്യങ്ങൾ പുള്ളി ചെയ്തിട്ടുള്ളത് കൊണ്ട് തന്നെ ഇന്ത്യയുടെ പേര് കുറെ കൂടെ ഫേമസ് ആയിട്ടുണ്ട് എല്ലാ കൺട്രീസിലും. എവറിബഡി നോസ് ഹു മോഡി ഈസ്. ഓക്കെ, പക്ഷേ ജനവികാരം ഉൾക്കൊള്ളാണ്ട് സ്റ്റെപ്പ് ഡൗൺ ചെയ്യാണ്ടിരിക്കുന്നിടത്തോളം പുള്ളിക്ക് ഇങ്ങനെയുള്ള ബാക്ക്ലാഷസ് ഫേസ് ചെയ്തുകൊണ്ട് തന്നെ ഇരിക്കും. നമ്മൾ ഒരു അഭിപ്രായം രേഖപ്പെടുത്തുന്ന സമയത്ത് അദ്ദേഹം പ്രധാനമന്ത്രിയാണെന്നുള്ളതിലുപരി അദ്ദേഹത്തിന്റെ പേഴ്സണൽ കാര്യങ്ങളിൽ ഇടപെട്ട്, അതിപ്പോൾ ആരും ആയിക്കോട്ടെ, പ്രധാനമന്ത്രി ആയിക്കോട്ടെ, ആരും ആയിക്കോട്ടെ, നിങ്ങൾ സംസാരിക്കുമ്പോൾ മാന്യമായിട്ടുള്ള ഭാഷ ഉപയോഗിക്കാണ്ട് ഒരാളുടെ ക്യാരക്ടറിനെ അസാസിൻ ചെയ്യുന്ന പോലെയൊക്കെ സംസാരിച്ചു കഴിഞ്ഞാൽ അത് മീഡിയയുടെ ഒരു ബേസിക് എന്താ പറയണ്ട എത്തിക്സ് പോലും പാലിക്കാണ്ടൊക്കെയാണ് ഇവർ ഈ വിളിച്ചു പോകുന്നത്. അത് ക്യാപ്ചർ ചെയ്യുന്ന മീഡിയ ജേർണലിസ്റ്റുകൾക്ക് ഒരു എത്തിക്സ് ഇല്ലെന്നാണ് എനിക്ക് തോന്നുന്നത്.